Now the next topic is the water transport. Okay, you are finished with land and air. Now we have is here the water transport. So these are the pictures of the vehicles which will move in water. Okay, so അതായത് വെള്ളത്തിലെല്ലാം പോകുന്നതിൻ്റെ ഏത് വാഹനങ്ങളുടെ പടങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടത്. അപ്പോൾ ഏതൊക്കെ വാഹനമാണ് വെള്ളത്തിലൊക്കെ പോകുന്നത് അറിയാവോ പിള്ളേർക്ക്? ആന്ന് ബോട്ട്, പിന്നെ യെസ് ബോട്ട്, ഷിപ്പ്. യെസ്, യു ഹാവ് സീൻ എ ഷിപ്പ്. ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കപ്പൽ. ഒത്തിരി വലുതായിരിക്കും, അതിൽ ഒത്തിരി ആൾക്കാർ സഞ്ചരിക്കുക ഒരു സ്ഥലത്തിൽ നിന്നും അടുത്ത സ്ഥലത്തിലോട്ട് ആണല്ലോ. പിന്നെ ഇതെല്ലാം ചെറിയ ബോട്ട്. ദെൻ യു ഹാവ് എ സബ്മെറൈൻ. വാട്ട് ഈസ് എ സബ്മെറൈൻ? സബ്മെറൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ടിട്ടുണ്ടോ? ഈ വെള്ളത്തിൻ്റെ അടിയിലോട്ടെല്ലാം പോകുക, ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കണ്ണാടി ഇതിൽ കവർ ചെയ്തിരിക്കും, 2 പേര് കാണും അതിൽ. അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് എന്തുവാ ഈ കടലിൻ്റെ അടിയിലോട്ടെല്ലാം പോകും. അതായത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഏതെങ്കിലും മീനുകളെ പറ്റി പഠിക്കുന്നതൊക്കെ ചെയ്യുന്നതാണ് ഈ സബ്മറൈൻ. ഓക്കെ, ആൻഡ് ദെൻ ഹിയർ യു ഹാവ് എ സ്പീഡ് ബോട്ട്. സ്പീഡ് ബോട്ട്സ് എല്ലാം കണ്ടിട്ടുണ്ട്. നൗ ഹിയർ യു ഹാവ് എ യോട്ട്. Yacht എന്ന് പറഞ്ഞാൽ what is a yacht means? It's a small boat. Okay, and you will see a big cloth over here. Yes, okay, ആ ക്ലോത്തിൻ്റെ കാറ്റിൻ്റെ ഒരു ഇത് വെച്ചാണ് ഈ യോട്ട് നീങ്ങുന്നത് ആണോ. അതായത് ഇപ്പോൾ ഈ ഷിപ്പ് ബോട്ടൊക്കെ എന്തുവാന്ന് ബോട്ടൊക്കെ ഇത് മോട്ടറൊക്കെ ഇട്ടതിൽ പോകുന്നത്. ഇത് വന്നിട്ട് കാറ്റിന് ഏത് സൈഡാണ് കാറ്റടിക്കുന്നത് അതിനനുസരിച്ച് ട്രാവൽ ചെയ്യുന്നതാണ് ഈ യോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ഹാവ് എ ഷിപ്പ്. യെസ്, ദെൻ യു ഹാവ് ബോട്ട്സ്, യു ഹാവ് യോട്ട്, യു ഹാവ് സബ്മെറൈൻ, and you have again a speedboat, all that here. So these are the vehicles which travel on water. Okay, so now ship. Ship means what is the meaning of ship? Ship എന്ന് പറഞ്ഞാൽ എന്തുവാ? കപ്പൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? കപ്പലും ഈ പ്ലെയിൻ പോലെ തന്നെ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പോകുന്നത്, ഒത്തിരി ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്നതാണ് ഈ കപ്പലിൻ്റെ അകത്ത് എന്തോ വീട് പോലെ എല്ലാം ഉണ്ട്. ഓക്കെ, ഈവൻ ഇൻസൈഡ് എ ഷിപ്പ്. Okay, just like a house, you have your bedroom, you have kitchen. അതായത് ഈ കപ്പലിൻ്റെ അകത്തും എന്തുവാ വീട്ടിലുള്ള പോലെ അടുക്കള ഉണ്ട്, കിച്ചൺ ഉണ്ട്, പിന്നെ എന്തോ ബെഡ്റൂം ഉണ്ട്, അതിന് വാഷ്റൂം എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈ ഷിപ്പിൻ്റെ അകത്ത് തന്നെ കാണും. ചില പിള്ളേരെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എവറിത്തിങ് ഈസ് ഇൻസൈഡ് ദ ഷിപ്പ്. സോ യു വിൽ ട്രാവൽ. ഓക്കെ, ട്രാവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോഴത്തേക്ക് കുറച്ച് സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. പ്ലെയിൻ പോലെ ഒത്തിരി ഫാസ്റ്റായിട്ട് അടുത്ത കൺട്രിയിൽ പോകാൻ പറ്റത്തില്ല. അതായത് അടുത്ത നാട്ടിലോട്ട് പ്ലെയിൻ പോകുന്ന അത്രയും സ്പീഡിൽ ഈ കപ്പൽ പോകത്തില്ല, പതുക്കെ പോകത്തുള്ളൂ, ഭയങ്കര സ്ലോ ആയിട്ടേ നീങ്ങത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പം പ്ലെയിനിൽ 2 ദിവസം ചിലപ്പോൾ ഒരു നാട്ടിൽ പോയി എത്തും, 2 ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം പ്ലെയിനിലിരുന്ന് അടുത്ത നാട്ടിലോട്ട് പോയി എത്തും. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. പക്ഷേ ഈ കപ്പലാണെങ്കിൽ എന്താ ചിലപ്പോൾ 4-5 ദിവസം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 4 to 5 days when you travel by ship. Okay, so it's very slow. Okay, and who controls this? Who controls the ship? അതായത് ഈ ഷിപ്പിനെ ഈ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഓട്ടിക്കുന്നതാണ്. It is called a captain. Okay, a captain will control the ship. Okay, then you have boats. ഈ ചെറിയ ബോട്ട്സ് ഒക്കെ എന്തിനാ? വള്ളം എന്ന് പറയത്തില്ല, ചെറിയ വള്ളം, ചെറിയ ബോട്ട്. അതായത് ചില ആൾക്കാർ കടലിൽ മീൻ പിടിക്കാനൊക്കെ പോവും. കണ്ടിട്ടുണ്ടോ പിള്ളേർ ടി വിയിലെല്ലാം? മീൻ പിടിക്കാൻ ദേ വിൽ ഗോ ഫോർ ഫിഷിംഗ്. യെസ്, സം പീപ്പിൾ ദേ ഗോ ഫോർ ഫിഷിംഗ്. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന മീനൊക്കെ എങ്ങനെയാണ്? ഇതിൽ ഈ വള്ളത്തിലൊക്കെ പോയി ആൾക്കാർ പിടിച്ചിട്ട് വരുന്ന മീനൊക്കെയാണ് നിങ്ങൾ പിള്ളേർ കഴിക്കുന്നത് ആണല്ലോ. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ പീപ്പിൾ ഫോർ ഫിഷിംഗ്. ദേ വിൽ ഗോ ഇൻ ദ സീ. കടലിൽ പോയി എന്തുവാ മീനൊക്കെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ബോട്ട്സ്, അതായത് ഈ വള്ളങ്ങൾ. മനസ്സിലായോ? പിന്നെ സബ്മറൈൻ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. യു ക്യാൻ ഗോ അണ്ടർ വാട്ടർ and they will find out different types of fishes, okay, or some type of stones. I think you all would have seen in the TVയിലെല്ലാം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിള്ളേർ. കണ്ടിട്ടുണ്ടോ? അതിന് സബ്മറൈനും ഉണ്ട്. Okay, so this is water transport. Okay, so water transport is the ship, the 2 boats,
you have submarine and you have a yacht. Okay, and who controls the ship? ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് ആരാ ആണ്? ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ആളുടെ പേരെന്തോ, അതാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ സെയിം വേ നൗ വി ഹാവ് ലേൺഡ് അബൌട്ട് എയർ, ലാൻഡ് ആൻഡ് വാട്ടർ. യെസ്, നൗ ഇൻ ദ എയർ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹു ഡ്രൈവ്സ് ദ എയറോപ്ലെയിൻ? അതായത് ഈ വിമാനം ഒക്കെ ഓട്ടിക്കുന്ന അവരെ എന്തോ പറയും? അവരെ എന്തോ വിളിക്കും? പൈലറ്റ് എന്ന് വിളിക്കും. കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് തോന്നുന്നു പൈലറ്റൊക്കെ ആകാൻ. നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. ആണ്. സോ ഹൂ വിൽ കൺട്രോൾ? ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് എയറോപ്ലെയിൻ, what is the name of that person who controls the aeroplane? Yes, he is called a pilot. അപ്പോൾ എയറോപ്ലെയിൻ, അതായത് വിമാനങ്ങൾ ഓട്ടിക്കുന്ന ആളുടെ പേര് എന്തോ വിളിക്കുന്ന ആളിന് പൈലറ്റ് എന്ന് വിളിക്കും. ഇപ്പം ബസ്സൊക്കെ ഓട്ടിക്കുന്ന എന്തോ വിളിക്കും നിങ്ങൾ? ഡ്രൈവർ എന്നല്ല വിളിക്കുന്നത്, ബസ്സിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർ എന്നല്ല വിളിക്കുന്നത്. അതുപോലെ എയറോപ്ലെയിൻ ഓട്ടിക്കുന്ന ആളുടെ പേര് എന്തോ വിളിക്കും? വാട്ട് ഡു യു കോൾ ദറ്റ് പേഴ്സൺ? ഈസ് കോൾഡ് എ പൈലറ്റ്. ഓക്കെ, ഇൻ ദ സെയിം വേ എ ഷിപ്പ്, ഹൂ വിൽ കൺട്രോൾ എ ഷിപ്പ്? അതായത് കപ്പൽ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അതിന് ആരാ? Yes, is called a captain. Okay, so aeroplane is controlled by a pilot. So ship is controlled by a captain. Yes, okay, same way bus, auto, ബസ് ഓട്ടോ ഓട്ടിക്കുന്ന എന്തോ വിളിക്കും അവർ? ഡ്രൈവർ എന്ന് പറയും. ആണല്ലോ, യു കോൾ ദാറ്റ് പേഴ്സൺ ആസ് ഡ്രൈവർ. ഓക്കെ, സോ അഗൈൻ എയറോപ്ലെയിൻ ഇസ് പൈലറ്റ്, ഷിപ്പ് ഇസ് കോൾഡ് ക്യാപ്റ്റൻ, അതായത് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ആളിനെ എന്തോ വിളിക്കും? ക്യാപ്റ്റൻ. ബസ് ഓട്ടോ ഒക്കെ ഓട്ടിക്കുന്ന എന്തോ വിളിക്കും? ഡ്രൈവ് എന്ന് വിളിക്കും. ആണല്ലോ. ദെൻ അബൌട്ട് എ ട്രെയിൻ, വാട്ട് യു കോൾ ദറ്റ് പേഴ്സൺ? അതായത് ഈ തീവണ്ടി ഓട്ടിക്കുന്നവനെ എന്തോ വിളിക്കും അവർ? ദേ ആർ കോൾ എൻജിൻ ഡ്രൈവേഴ്സ്. ഓക്കെ, train, what are they called? They also called drivers or engine drivers. Okay, so these all have a separate name. Okay, so once more, for an aeroplane, that person is called a pilot. അതായത് എയറോപ്ലെയിൻ ഓട്ടിക്കുന്ന ആളെ എന്തോ വിളിക്കും? പൈലറ്റ് എന്ന് വിളിക്കും. പിന്നെ കപ്പലിനെ ഓട്ടിക്കുന്ന ആളെ എന്തോ വിളിക്കും? ക്യാപ്റ്റൻ എന്ന് വിളിക്കും. ഓക്കെ, യു കോൾ the person who controls a ship is called a captain. Then bus and auto, there you call them driver. ഇപ്പം സ്കൂളൊക്കെ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ എന്തോ ആരാ ഉള്ളത്? ഡ്രൈവറെല്ലാം ഓട്ടിക്കുന്നത്. സോ ഇറ്റ്സ് ഈസ് കോൾഡ് എ ഡ്രൈവർ. ആൻഡ് ഫോർ ദ ട്രെയിൻ യു കോൾ ദം ഡ്രൈവർ ഓർ എ എൻജിൻ ഡ്രൈവർ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? നൗ ഇപ്പോൾ ഈ ബസ്, ഇപ്പോൾ ലാൻഡിലുള്ളത് ബസ്, പിന്നെ എന്തുവാ വലിയ ട്രാവലിംഗ്, ഈ ഓരോ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തിലോട്ടൊക്കെ പോകുന്ന വലിയ AC ബസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ബസ്സസ് ഒക്കെ എവിടെയാണ് പോയി സ്റ്റോപ്പ് ചെയ്യുന്നത്? where do all these buses go and stop? What is the name of that place? ഇപ്പോൾ ബസ്സൊക്കെ കാണുന്ന സ്ഥലത്തിലൊക്കെ പോയി നിൽക്കുമോ? റോഡിൽ, ഏതെങ്കിലും വീടിൻ്റെ അടുത്ത് അങ്ങനെയാണോ പോയി നിർത്തുന്നത്? അല്ല. അപ്പം എല്ലാ ബസ്സെല്ലാം നിർത്തുന്ന ഒരു സ്ഥലം അതെന്തുവാ? ബസ് സ്റ്റാൻഡ് എന്ന് പറയും. ആണല്ലോ, യു കോൾ ദ പ്ലേസ് ഇറ്റ് ആസ് എ bus stand. Yes, so where all the buses are parked, it's called a bus stand. Okay, so in the same way the aeroplane അതിന് എന്തോ പറയും? പ്ലെയിനൊക്കെ ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ റോഡിൽ അങ്ങനെയൊക്കെയാണോ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലെയിന്? അല്ല. ഇപ്പം എവിടെയാ ആ സ്ഥലത്തിന് എന്തോ പേരാ പറയുന്നത്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്ലേസ് വേ ഓൾ ദ ഫ്ലൈറ്റ്സ്, ഓൾ ദ പ്ലെയിൻസ് ഓൾ ആർ പാർക്ക്ഡ്? യെസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് എയർപോർട്ട്.
Okay, now you want to enter the plane, you need to go to the airport. യെസ്, അതായത് പ്ലെയിനിൽ പോകണമെങ്കിൽ എന്തോ ചെയ്യണം? എല്ലാവരും എയർപോർട്ടിൽ പോകണം. ചിലപ്പോൾ നിങ്ങളുടെ ഡാഡിയൊക്കെ വെളിയിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്? പ്ലെയിനിലല്ല വരുന്നത് വീട്ടിലോട്ട്. അന്ന് വേറെ നാട്ടിൽ നിന്നൊക്കെ വരുന്നത് അന്ന്. സോ യു നീഡ് ടു ഗോ ടു എ എയർപോർട്ട്. യു കനോട്ട് ഗോ ടു ദ ബസ് സ്റ്റാൻഡ്. ഇല്ല റോട്ടിൽ പോയി നിന്നിട്ട് എന്തോ പ്ലെയിനിൽ കയറാനൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? സോ യു ഹാവ്, ഇഫ് ഇറ്റ് ഈസ് എൻ എയറോപ്ലെയിൻ, it's all parked at the airport, or you need to go to the airport to board the plane. Okay, so this is buses. For the buses you go to the bus stand. Now aeroplane you go to the airport. Okay, so now train. ഇപ്പോൾ തീവണ്ടിയിൽ പോകണമെങ്കിൽ എന്തോ ചെയ്യണം? എവിടെ പോകും? അതെന്തോ ആ സ്ഥലത്തിൻ്റെ പേര് റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ. അതെല്ലാം അറിയാമല്ലോ പിള്ളേർക്ക്. സോ വെൻ യു വാണ്ട് ടു board the train or you want to enter the train, where should you go? Yes, that's called a railway station. So where are all the trains parked? Yes, railway station. It is railway station. ഓക്കെ, സോ അതായത് ബസ്സിൽ പോവുകയാണെങ്കിൽ എവിടെ പോകണം? ബസ്സൊക്കെ പിടിക്കാം, ബസ് സ്റ്റാൻഡിൽ പോകണം. ഇപ്പോൾ എയറോപ്ലെയിൻ, അതായത് വിമാനത്തിൽ പോകണമെങ്കിൽ എവിടെ പോകണം? എയർപോർട്ടിലോട്ട് പോകണം. ഓക്കെ, പിന്നെ ട്രെയിനിൽ, തീവണ്ടിയിൽ പോകണമെങ്കിൽ എന്താ പോകണം? എങ്ങനെ തീവണ്ടിയിലൊക്കെ കയറുന്നത്? എവിടെ? സ്റ്റേഷനിൽ പോകണം, റെയിൽവേ സ്റ്റേഷനിൽ പോകണം. മനസ്സിലായോ? പിള്ളേരെല്ലാം വന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയണം കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, വേറെ ലാസ്റ്റ് എന്തുവാ? ഷിപ്പ്, ബോട്ട്. ഇപ്പം ഷിപ്പിൽ യാത്ര ചെയ്യുമല്ലോ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിൽ. ഇപ്പം ഷിപ്പൊക്കെ എല്ലാം, ഈ ഷിപ്സ്, ബോട്ട്, അതായത് ഈ കപ്പൽ, ഈ ബോട്ടെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ സ്ഥലത്തിന് എന്തോ പറയും? ഇറ്റ്സ് കോൾഡ് എ ഹാർബർ. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? യെസ്, ഇറ്റ്സ് കോൾഡ് എ ഹാർബർ. It's called a harbor. Okay, so where the ships will all be parked, it's called a harbor. Okay, so once more I will tell you, for the bus you will go to the bus stand. annallo appo ബസ്സിനൊക്കെ എങ്ങോട്ട് പോകണം? ബസ് സ്റ്റാൻഡിലാണ് എല്ലാം ബസ്സെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ പ്ലെയിൻ, അതായത് എയറോപ്ലെയിൻ, വിമാനങ്ങളൊക്കെ എവിടെയുള്ളത്? എയർപോർട്ടിൽ. എവിടെ? എയർപോർട്ട്. ഓക്കെ, പിന്നെ അടുത്തത് തീവണ്ടി, that is a train. Where you go, where all the trains will be parked? In the railway station. ഇപ്പം ട്രെയിനിൽ പോകണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? റെയിൽവേ സ്റ്റേഷനിൽ പോകണം. പിന്നെ ഈ ഷിപ്പ്, അതായത് കപ്പലൊക്കെ എവിടെയാണ് വെച്ച് പാർക്ക് ചെയ്തിരിക്കുന്നത്? അതെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? ദാറ്റ് പ്ലേസ് ഇസ് കോൾഡ് ഹാർബർ. ഹാർബർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കപ്പൽ, ചെറിയ ഇങ്ങനത്തെ ബോട്ട്സ്, ഇതെല്ലാം അവിടെയാണ് കാണുന്നത്, ഹാർബറിൽ കാണുന്നത്. മനസ്സിലായോ? സോ ഇപ്പം ഇന്ന് പഠിച്ചതൊക്കെ എന്തുവാ? വി ലേൺ ദ 3 means of transport. What are the 3 means of transport? You have air, land and water. Yes? Okay. So in the air you have, what are the vehicles which will travel in air? Yes, aeroplane. Then you have the hot air balloon. Yes, you have helicopters. You have gliders. ഇതെല്ലാം എയറിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് ലാൻഡ്. അതെന്തുവാ? ലാൻഡ് റോട്ടിലൊക്കെ പോകുന്നത് ഏതാ? കാർ, പിന്നെ ബസ്, ജീപ്പ്, സൈക്കിൾ, ഇതെല്ലാം എന്തുവാ? ലാൻഡ് ട്രാൻസ്പോർട്ട്. അടുത്തത് വന്നിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്തുവാ? വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ പറയുന്നതാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. അതെന്തുവാ? കപ്പൽ, that is ship. Then you have boats, yacht, submarine. ഇതൊക്കെ എന്തുവാ ചെയ്യുന്നത്? വെള്ളത്തിലാണ് സഞ്ചരിക്കുന്നത്. സോ അതുകൊണ്ട് ഇപ്പോൾ if you want to go from one place to another, we have 3 ways of transport. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിലോട്ട് പോകുന്നെങ്കിൽ എങ്ങനെ 3 ടൈപ്പ്
ട്രാൻസ്പോർട്ട് ഉണ്ട് ആണല്ലോ. അതായത് 3 വഴിയിൽ നമുക്ക് സഞ്ചരിക്കാം, ട്രാവൽ ചെയ്യാം. എങ്ങനെയൊക്കെ ഒന്ന് വന്ന് റോഡ് വഴി പോവാം. ഓക്കെ, യു ക്യാൻ ട്രാവൽ ത്രൂ ദ റോഡ്. നെക്സ്റ്റ് അടുത്തത് വന്നിട്ട് എന്തുവാ, വെള്ളത്തിൽ സഞ്ചരിക്കുന്നത് വാഹനങ്ങൾ, അത് പഠിച്ചു. ദാറ്റ് ഈസ് വാട്ട് യു ട്രാവൽ ഓൺ ഇൻ ദ ഷിപ്പ് ആൻഡ് ഓൾ, വിച്ച് മൂവ്സ് ഓൺ ദ water. You will travel by water. Then next is on the air, which will travel in air is what, helicopter, aeroplane. You have learnt all that. And before I finish, what is the fastest means of transport? ഏത് വാഹനമോ ഒത്തിരി സ്പീഡിൽ പോകുന്നത് ജെറ്റും എയറോപ്ലെയിനും ആണല്ലോ. പിന്നെ യു ഹാവ് സീൻ ദ നമ്പർ ഓഫ് വീൽസ്, അതായത് വാഹനങ്ങളെല്ലാം ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ആണല്ലോ. എല്ലാത്തിനും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് വീൽസ് ഉണ്ട്. എല്ലാത്തിനും ഒരേപോലെയാണോ? അല്ല, ചിലതിന് 2 വീലേ ഉള്ളൂ, 2 വീലർ. ദെൻ യു ലേൺഡ് അബൌട്ട് ദ 4 വീലേഴ്സ്. യെസ് ചിൽഡ്രൻ, സോ ആർ യു ക്ലിയർ വിത്ത് ദ വാട്ടർ ട്രാൻസ്പോർട്ട്, land transport and air transport? Yes, so you are clear with all these topics.